സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി ഒരു പ്രവൃത്തി ദിനം കൂടി മാത്രം. കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ് പട്ടികയിൽ ഉൾപ്പെട്ട PSC ഉദ്യോഗാർത്ഥികൾ. 59ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരം PSC ആസ്ഥാനത്തിന് മുന്നിലേക്ക് യാചനാ മാർച്ചാക്കി മാറ്റിയിട്ടും ഇവരുടെ കണ്ണീരൊപ്പാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. തങ്ങളുടെ യാചന അറിയിക്കാൻ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി. എന്നിട്ടും കണ്ണു തുറക്കാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്തു ചെയ്യണമെന്ന് പോലും ഇവർക്കറിയില്ല. മുഖ്യമന്ത്രി മേൽനോട്ടം വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിലേക്കുള്ള സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് PSC പരീക്ഷ എഴുതി പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു. ഏതാണ്ട് 5 വർഷങ്ങളായി കാത്തുനിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയുള്ള മണിക്കൂറുകൾ പോലും വിലപ്പെട്ടതാണ്. PSC ലിസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകാനുള്ള യാചനയാണ് ഉദ്യോഗാർത്ഥികൾ PSC ഓഫീസിന് മുന്നിൽ നടത്തിയത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി ഒരു വർക്കിംഗ് ഡേയും കൂടെ ഉള്ളൂ. ഈ വർക്കിംഗ് ഡേയിൽ സർക്കാർ തരണം, വേക്കൻസികൾ തരണം. ഉറപ്പായിട്ടും സർക്കാരിൻ്റെ കയ്യിൽ വേക്കൻസി ഉണ്ട്. സർക്കാർ നമുക്ക് തരണം. അത് ഇനിയൊരു അവസരം നമുക്കില്ല. ഇനിയൊരു പരീക്ഷ എഴുതാൻ നമുക്കൊരു അവസരമില്ല. നമ്മൾ 5 കൊല്ലമാണ് ഇതിനുവേണ്ടി നമ്മൾ ത്യജിച്ചത്. നമ്മൾ കഴിഞ്ഞ 28 ദിവസമായിട്ട് നമ്മൾ നോമ്പിലാണ്. നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്ന് വയ്യ കുഴഞ്ഞ്. പോലീസിൻ്റെ പരീക്ഷ നടക്കുന്ന സമയത്ത് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ചെയർമാനാണ് അഡ്വക്കേറ്റ് MK സക്കീർ എന്ന് പറയുന്ന ചെയർമാൻ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു പരിഷ്കാരം, അതായത് സാധാരണ ഒരു പോലീസ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ഘട്ട പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ഘട്ട പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതുകൊണ്ട് ഇനിയൊരു പരീക്ഷ എഴുതി ഇനി ഇതേ കൂടെ അവസ്ഥയിലൂടെ കടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു പരീക്ഷ എഴുതാനായിട്ട് നമുക്ക് വയ്യ. സംസ്ഥാനത്താകെ 18,000-ഓളം ഒഴിവുകൾ ഉള്ളപ്പോൾ 13,975 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഇതുവരെ ജോലി ലഭിച്ചത് 3,000-ഓളം പേർ മാത്രം. ബാക്കി 80% ഇപ്പോഴും തൊഴിലിനായുള്ള യാചനയിലാണ്. ജനം, തിരുവനന്തപുരം.